യൂറോപ്പിൽ വീണ്ടും ഒരു ഫുട്ബോൾ വസന്തത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. യൂറോപ്പിന്റെ ചാമ്പ്യനെ കണ്ടെത്താനുള്ള പോരാട്ടമാണ് ജർമ്മനിയിൽ തുടക്കമായത്. ഇത്തവണ യൂറോ കപ്പ് കിരീടത്തിനായി മാറ്റിവെക്കുന്നത് 24 ടീമുകളാണ്. ഒപ്പം മൈതാനങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച ഒരു പിടി പ്രമുഖ താരങ്ങളുടെ അവസാന യൂറോ കൂടിയാണിത്. അവസാന യൂറോയ്ക്ക് ഒരുങ്ങുന്ന താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ക്രിസ്ത്യാനോ റൊണാൾഡോ. കഴിഞ്ഞ 2.5 ദശാബ്ദങ്ങളായി ഫുട്ബോളിന്റെ തലതൊട്ടപ്പനായി വാഴുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമൻ. 5 തവണ ബാലൻ ഡിയോർ ജേതാവും പോർച്ചുഗലിനൊപ്പം 2016 യൂറോ കപ്പ് ഉയർത്തുകയും ചെയ്ത റൊണാൾഡോയുടെ ദേശീയ ജേഴ്സിയിലെ അവസാന യൂറോ കപ്പായിരിക്കും ഇത്. ഒരുപക്ഷെ 39-കാരനായ റൊണാൾഡോയുടെ അവസാന പ്രധാന ടൂർണമെന്റും ഇത് തന്നെയാകും. 39-ാം വയസ്സിൽ തന്റെ 6ാം യൂറോ കപ്പ് ടൂർണമെന്റിന് ഇറങ്ങുന്ന റൊണാൾഡോ ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകൾ കളിക്കുന്ന താരമെന്ന നേട്ടം ഇത്തവണ സ്വന്തമാക്കും. യൂറോ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരവും റൊണാൾഡോ തന്നെയാണ്. 2021 യൂറോയിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് കൂടിയായ റൊണാൾഡോ തന്നെയാകും ഇത്തവണയും പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകരുക. പോർച്ചുഗലിന്റെ നായക പദവിയും റൊണാൾഡോയുടെ കൈകളിൽ ഭദ്രമാണ്. മാനുവൽ ന്യൂയർ. ഒളിവർ ഖാന് ശേഷം ജർമ്മനി ലോകത്തിന് സമ്മാനിച്ച അത്ഭുത ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയർ ആണ് ഈ യൂറോ കപ്പിലെ കളമൊഴിയുന്ന മറ്റൊരു സൂപ്പർ താരം. ജർമ്മനിയുടെയും ബയേൺ മ്യൂണിക്കിന്റെയും ഇതിഹാസങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ന്യൂയറിന് 3ാം യൂറോ കപ്പാണിത്. 2014 ലോകകപ്പ് സ്വന്തമാക്കിയ ജർമ്മൻ ടീമിന്റെ നിർണായക സാന്നിധ്യമായിരുന്നു മാനുവൽ ന്യൂയർ. കാലങ്ങളായി യൂറോ കപ്പിൽ ജർമ്മനി കിരീടം നേടിയിട്ടില്ല. ആ കുറവ് നികത്തി സ്വന്തം നാട്ടിലെ യൂറോ കപ്പ് കിരീടം നേടാനാകും ന്യൂഇയറും കൂട്ടരും ലക്ഷ്യം വെക്കുക. ലൂക്ക മോഡ്രിച്ച്. യൂറോ കപ്പ് 2024 വമ്പൻ പേരുകളിലൊന്ന് ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചിന്റേതാണ്. ക്രൊയേഷ്യൻ ടീമിന്റെ നായകനായ മോഡ്രിച്ചിന് ഇത് അവസാന യൂറോ കപ്പ് ആയിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലേതുപോലെ മോഡ്രിച്ചിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണയും ക്രൊയേഷ്യൻ തന്ത്രങ്ങൾ. രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ തവണ മത്സരങ്ങളിൽ കളിച്ച താരമെന്ന റെക്കോർഡുമായാണ് 39-കാരനായ മോഡ്രിച്ച് യൂറോയിൽ ബൂട്ട് കെട്ടി ഇറങ്ങുക. 175 മത്സരങ്ങളിലാണ് ക്രൊയേഷ്യയ്ക്കായി മോഡ്രിച്ച് കളത്തിലിറങ്ങിയത്. 2018 ലോകകപ്പിൽ കലാശപ്പോരിലാണ് മോഡ്രിച്ചിനും സംഘത്തിനും കിരീടം നഷ്ടമാകുന്നത്. 2022 ലോകകപ്പിൽ 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2021 യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടറിൽ കാലിടറി. ദീർഘകാലമായി ഇത്തരത്തിൽ തട്ടിത്തടഞ്ഞു പോകുന്ന ഒരു രാജ്യാന്തര കിരീടം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ യൂറോയിൽ മോഡ്രിച്ച് കളത്തിലിറങ്ങുന്നത്. ടോണി ക്രൂസ്. റയലിൽ മോഡ്രിച്ചിന്റെ സഹതാരവും മിഡ്ഫീൽഡിലെ പങ്കാളിയുമായ ടോണി ക്രൂസിന് ജർമ്മൻ ജേഴ്സിയിൽ ഇത് അവസാന ടൂർണമെന്റ് ആകും. 2021 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതായിരുന്നു ക്രൂസ്. എന്നാൽ ഈ 34-കാരന്റെ പ്ലേ മേക്കിംഗ് മികവും സെറ്റ് പീസുകളിലെ കൃത്യതയും ക്രൂസിനെ തിരികെ വിളിക്കാൻ ജർമ്മൻ കോച്ച് ജൂലിയൻ നെഗൽസ്മാനെ പ്രേരിപ്പിക്കുകയായിരുന്നു. തന്റെ അവസാന ടൂർണമെന്റ് ആകും ഇതെന്ന് ക്രൂസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ജർമ്മനിക്കൊപ്പം ലോകകപ്പ് നേടിയിട്ടുള്ള ക്രൂസിന് ഇനി ലക്ഷ്യം യൂറോ കിരീടമാണ്. കഴിഞ്ഞ സീസണിൽ റയലിനൊപ്പം ലാലിഗയും 6ാം ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കിയതിന് പിന്നാലെ ക്രൂസ് ക്ലബ് കരിയർ അവസാനിപ്പിച്ചിരുന്നു. റോബർട്ട് ലെവൻഡോസ്കി. ഒരു യഥാർത്ഥ സ്ട്രൈക്കർ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പോളണ്ടിന്റെ റോബർട്ട് ലെവൻഡോസ്കി. കരിയറിൽ 500-ലധികം ഗോളുകൾ നേടിയിട്ടുള്ള ലെവൻഡോസ്കിയുടെ അവസാന യൂറോ കപ്പായിരിക്കും ഇത്. ക്ലബ് കരിയറിൽ വിവിധ ക്ലബ്ബുകൾക്കായി കിരീടങ്ങൾ വാരിക്കൂട്ടിയ താരമാണ് റോബർട്ട് ലെവൻഡോസ്കി. എന്നാൽ ദേശീയ ടീമിനൊപ്പം ലെവൻഡോസ്കിക്ക് ഓർക്കാവുന്ന കാര്യമായ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. നിലവിൽ ബാഴ്സലോണയുടെ താരമാണ് 35-കാരനായ ഈ പോളിഷ് താരം. തന്റെ അവസാന യൂറോ കപ്പിൽ ആദ്യ ഇന്റർനാഷണൽ കിരീടം മാത്രമാകും ലെവൻഡോസ്കിയുടെ ലക്ഷ്യം. ഇവർക്കൊപ്പം ബെൽജിയത്തിന്റെ കെവിൻ ഡിബ്രൂവിൻ, ജർമ്മനിയുടെ തോമസ് മുള്ളർ, ഇൽക്കെ ഗുണ്ടോഗൻ, പോർച്ചുഗലിന്റെ പെപ്പെ, ഫ്രാൻസിന്റെ ഒളിവർ ജിറൗണ്ട് എന്നിവരുടെ എല്ലാം അവസാന യൂറോ കപ്പായിരിക്കും ഇത്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരായിരിക്കും ഇത്തവണ യൂറോ കപ്പിൽ മുത്തമിടുക എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്.